എങ്ങനെയാണ് റമദാൻ മാസത്തെ വരവേൽക്കേണ്ടത്? റമദാൻ മാസത്തെ സ്വീകരിക്കാൻ നാം എങ്ങനെ ഒരുങ്ങണം? പ്രിയപ്പെട്ടവരെ, സാധാരണ റമദാൻ മാസം സമാഗതമാകുന്നതിന് മുമ്പ് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി പൊടി പിടിച്ച പാത്രങ്ങളും ചെടി പിടിച്ച വസ്ത്രങ്ങളും ഒക്കെ കഴുകി നാം പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സഹോദരിമാർ ഈ രീതിയിൽ പരിശുദ്ധമായ റമദാനെ വരവേൽക്കാൻ നാം ഒരുങ്ങണം. ഇതിലും പ്രധാനം വിശുദ്ധമായ റമദാനെ വരവേൽക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സഹാബത്തും എങ്ങനെയാണ് ഒരുങ്ങിയത് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്, നാം അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്നഹാ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കും. ഹത്താ നഖൂല ലാ യുഫ്തിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പ് വിടില്ല എന്ന് ഞങ്ങൾ പറയുന്നത് വരെ വയുഫ്തിറു ഹത്താ നഖൂല ലാ നസൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുകയില്ല എന്ന് പറയുന്നത് വരെ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ശഅബാനിൽ നോമ്പ് പിടിക്കും. അപ്പോൾ ഭാര്യമാരായി ഞങ്ങൾ പറയും, ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടില്ല. ഈ ശഅബാൻ മാസം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പായിരിക്കും എന്ന് ഞങ്ങൾ പറയുമാറ് ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഇസ്തഖബല സിയാമൻ ശദീദിൻ ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ അല്ലാത്ത ഒരു മാസവും പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചിട്ടില്ല. ശഅബാൻ അല്ലാത്ത ഒരു മാസവും പൂർണ്ണമായി നബി തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടില്ല. ഇല്ല റമദാൻ മാസം ഒഴികെ. എന്ന് പറഞ്ഞാൽ റമദാൻ മുഴുവനും നബി തങ്ങൾക്ക് നോമ്പായിരിക്കും. ശഅബാനിന്റെ അധിക ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പായിരിക്കും. പരിശുദ്ധമായ റമദാനിന്റെ നിർബന്ധമായ നോമ്പിന് മുന്നോടിയായിട്ട് ആ നോമ്പിനൊരു റിഹേഴ്സൽ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരവും മനസ്സും റമദാനിലെ നോമ്പിന് വഴങ്ങാൻ വേണ്ടിയായിട്ടാണ് നബി തങ്ങൾ ഇങ്ങനെ നോമ്പ് പിടിച്ചിരുന്നത്. റമദാനിലെ 30 നോമ്പുകൾ പിടിക്കുമ്പോൾ ശരീരത്തിന് പ്രയാസമുണ്ടാകാതിരിക്കാൻ, മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, ആ മനസ്സിനെയും ശരീരത്തെയും നോമ്പിന് പാകപ്പെടുത്തിയെടുക്കാൻ, ആ നോമ്പിന് തന്റെ ശരീരവും മനസ്സും വഴങ്ങി കിട്ടാൻ നബി തങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഒരുപാട് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. സാധാരണ നാം ബറാഅത്തിന്റെ നോമ്പാണ് ശഅബാൻ മാസത്തിൽ പിടിക്കാറുണ്ട്. ഒരു നോമ്പ് ശഅബാൻ നമ്മൾ സാധാരണ ഒരു നോമ്പാണ് അനുഷ്ഠിക്കുന്നത്. എങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, റമദാനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം സുന്നത്തായ നോമ്പുകൾ അധികരിക്കുക. ഇത് നാം പറയുമ്പോൾ കഴിഞ്ഞ വർഷം റമദാനിൽ ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നേർച്ച നോമ്പുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അല്ലാഹു വീട്ടാൻ ഏറ്റവും ഉത്തമമായ സന്ദർഭമാണ്, സമയമാണ് ശഅബാൻ മാസം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ധാരാളം നോമ്പ് പിടിച്ചത്?
അതിന്റെ രഹസ്യമെന്തായിരുന്നു? മഹാനായ സ്വഹാബി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, ശഅബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് ഞാൻ താങ്കളെ കണ്ടിട്ടില്ലല്ലോ നബിയെ. താങ്കൾ എന്തിനാണ് ഈ ശഅബാനിൽ ഇത്രയധികം നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തങ്ങൾ ധാരാളമായി നോമ്പനുഷ്ഠിക്കാനുണ്ടായിരുന്ന കാരണം ذلك شهر يغفر الناس عنه بين رجب ورمضان. ഒന്നാമത്തെ കാര്യം, സാധാരണ ജനങ്ങൾ അശ്രദ്ധമാകുന്ന ജനങ്ങൾക്ക് അലസതയുണ്ടാകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമസ്കാരം ഇല്ലാത്ത ഒരു സഹോദരനോട് നമസ്കാരമൊക്കെ തുടങ്ങട്ടെ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വരട്ടെ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ പറയുന്നത് റമദാനല്ലേ വരുന്നത്, റമദാൻ വന്നോട്ടെ, നമസ്കാരം തുടങ്ങണം, പള്ളി വരണം, റമദാനൊന്ന് വന്നോട്ടെ എന്നിങ്ങനെ പറയും. അങ്ങനെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന, ജനങ്ങൾ അലസതയിൽ കഴിയുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഈ മാസത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. നാം ഒരു വർഷം ചെയ്ത നമ്മുടെ മുഴുവൻ സൽപ്രവർത്തനങ്ങളും, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. നമ്മൾ ഒരു വർഷം ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക്, നമ്മളുടെ അമലുകളുടെ ഫയലുകൾ മലക്കുകൾ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കുന്ന മാസമാണ് പ്രിയപ്പെട്ടവരെ ശഅബാൻ മാസം. പ്രവാചകൻ പറയുന്നു, ഫഉഹിബ്ബു അൻ തുർഫഅ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കും, എല്ലാ ദിവസവും. അതുപോലെ എല്ലാ ആഴ്ചയിലും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ പ്രദർശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അർബഇ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നു. ഞങ്ങളോട് 4 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാമ. ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത്, സഹാബാക്കളെ, അല്ലാഹു ഉറങ്ങുകയില്ല, അല്ലാഹു ഉറങ്ങുകയില്ല. അവന് ഉറക്കം യോജിച്ച കാര്യമല്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ നമ്മൾ 2 വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലാ തഖുദുഹു സിനത്തുൻ, അല്ലാഹുവിന് ഉറക്കം തൂങ്ങലില്ല, വലാ നൗം, അല്ലാഹുവിന് ഉറക്കവുമില്ല. സഹാബാക്കളോട് പറഞ്ഞത്, അല്ലാഹു ഉറങ്ങുകയില്ല. സഹാബത്തെ, എപ്പോഴും അവന്റെ സൃഷ്ടികളുടെ കാര്യത്തിൽ അവൻ ശ്രദ്ധാലുവാണ്. അവനൊരു സെക്കൻഡ് സമയം കണ്ണടയ്ക്കുകയില്ല. അവൻ ഉറക്കം തൂങ്ങലോ ഉറങ്ങലോ ഇല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, യർഫഉൽ ഖിസ്ത വയഹ്ഫദുഹു. അല്ലാഹു വലിയ നീതിമാനാണ്, അവൻ വലിയ നീതിമാനാണ്. അവൻ അനീതിയെ അടിച്ചമർത്തുന്നു. അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് നീതി എന്നുള്ളത്. നീതിയോടുകൂടി മാത്രമേ അവൻ ഇടപെടുകയുള്ളൂ.
അനീതി അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു വയുർഫഉ ഇലൈഹി അമലുൻ നഹാരി ബില്ലൈൽ വഅമലുൻ നഹാരി ബില്ലൈൽ. അല്ലാഹുവിന്റെ അടിമകൾ പകൽ ചെയ്യുന്ന കർമ്മങ്ങൾ രാത്രിയിലും, രാത്രി ചെയ്യുന്ന കർമ്മങ്ങൾ പകലും അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ പ്രഭാതം മുതൽ സുബഹി മുതൽ അസ്ർ വരെ ചെയ്യുന്ന കർമ്മങ്ങൾ, അസ്റിന്റെ സമയത്ത് ഒരു കൂട്ടം മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകും. അസ്ർ മുതൽ പിറ്റേ ദിവസം സുബഹി വരെ നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. യതആഖബൂന ഫീകും മലായികത്തുൽ ബില്ലൈലി വന്നഹാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രാവും പകലും ഒന്നിനു പുറകെ മറ്റൊന്നായി മലായികത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വാനലോകത്തിൽ നിന്നും മലായികത്തുകൾ ഇറങ്ങി വരും ഈ ഭൂമിയിലേക്ക്. യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്സലാത്തിൽ അസ്ർ. അസ്ർ നമസ്കാരത്തിന്റെ സമയത്തും സുബഹി നമസ്കാരത്തിന്റെ സമയത്തും അവർ ഈ ഭൂമിയിൽ സംഗമിക്കും. രാത്രിയിൽ ഒരു കൂട്ടം മലക്കുകൾ അസ്റിന്റെ സമയത്ത് ഇവിടെ ഇറങ്ങി വരും. അസ്റിന്റെ സമയത്ത് ഇറങ്ങി വന്ന മലക്കുകൾ പിറ്റേ ദിവസം സുബഹി വരെ ഈ ഭൂമിയിൽ ഉണ്ടാകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, രാവും പകലുമായി ഒന്നിനു പുറകെ മറ്റൊന്നായി മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇവർ സംഗമിക്കുന്ന സമയമാണ് അസ്ർ നമസ്കാരവും സുബഹി നമസ്കാരവും. അതുകൊണ്ടാണ് സുബഹി നമസ്കാരം മറ്റു മുഴുവൻ നമസ്കാരങ്ങളെക്കാൾ, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്ത് മറ്റു മുഴുവൻ നമസ്കാരങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇങ്ങനെ ഈ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഈ മലക്കുകൾ കയറി പോകുമ്പോൾ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഈ മലക്കുകളോട് ചോദിക്കും, വഹുവ അഅലം. അല്ലാഹുവിനെ മലക്കുകൾ പറയാതെ അവന്റെ സൃഷ്ടികളുടെ ചലനവും നിശ്ചലനവും മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന് അറിയാം. എങ്കിലും അല്ലാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി. എന്റെ മലക്കുകളെ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? എന്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? ഫയഖൂലൂന തറക്നാ വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. മലക്കുകൾ പറയും, അല്ലാഹുവേ, അസ്ർ നമസ്കാരത്തിന്റെ സമയത്തിൽ ഇറങ്ങി വന്ന മലക്കുകൾ പറയും, ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ അവർ അസ്ർ നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം സുബഹിക്ക് ഇങ്ങോട്ട് കയറി വന്ന മലക്കുകൾ പറയും, ഞങ്ങൾ കയറി വരുമ്പോൾ അവർ സുബഹി നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ കയറി വരുമ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയും. പ്രിയപ്പെട്ടവരെ, സുബഹി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ജുമാ നമസ്കാരത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് സുബഹിക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സുബഹി നമസ്കാരത്തിൽ സത്യവിശ്വാസികളുടെ ജമാഅത്തുകളിൽ മലക്കുകൾ പങ്കെടുക്കുമ്പോൾ ആരെ കുറിച്ചൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, അല്ലാഹുവേ, സുബഹി നമസ്കാരത്തിന് ഇന്ന ആളുകൾ പള്ളിയിലുണ്ടായിരുന്നുവെന്ന് ആരെ കുറിച്ചൊക്കെ പറയുന്നത് ആലോചിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും നിങ്ങളോട് സുബഹി നമസ്കാരത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ വലിയ അശ്രദ്ധയിൽ കഴിയുന്ന ഒരു സമയമാണ് സുബഹി സമയം. അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, നമുക്ക് വാഹനം നൽകിയിട്ടുണ്ട്, നമുക്ക് സർവ്വ സൗകര്യങ്ങളും റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊന്നും അല്ലാഹുവിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അറിയണം, നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കന്മാർ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമാണ്. ഓല കെട്ടിയ പുര, ഒതുവെടുക്കാൻ വെള്ളം ആറ്റിൽ നിന്നും അതുപോലെ കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന ഒരു കാലഘട്ടം, കറണ്ടില്ലായിരുന്ന കാലഘട്ടം, വഴി സൗകര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം, ഗതാഗത സൗകര്യമോ വാഹനമോ ഇല്ലാതിരുന്ന കാലഘട്ടം.
അവരൊക്കെ പള്ളികളിൽ കൃത്യമായി സുബഹി നമസ്കാരം ഉൾപ്പെടെയുള്ള ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു എന്ന് നമ്മൾ അറിയും. നമ്മളൊക്കെ പറയാറില്ലേ, എന്റെ അത്ത, എന്റെ വല്യത്ത ഒരൊറ്റ ജമാഅത്ത് വിടില്ലായിരുന്നു. എന്റെ അത്ത വല്യത്തായിരുന്നു പള്ളിയിൽ ആദ്യം സുബഹി നമസ്കാരത്തിന് തീരുന്നത്. പിന്നീട് വരുന്ന ആളുകൾ കൊതുവെടുക്കാൻ ചെറിയ പുട്ടുകുടത്തിലും മുണ്ടയിലും വെള്ളം കോരി വെച്ചിരുന്നത് എന്റെ വല്യത്തായിരുന്നു, എന്റെ അത്തായിരുന്നു എന്നൊക്കെ നമ്മൾ അഭിമാന പുരസ്കരം പറയുമ്പോൾ എന്റെ പേരക്കുട്ടിയായ നമുക്ക്, അല്ലെങ്കിൽ മകനായ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയാൻ സാധിക്കാത്തത് എന്താണ്? നമ്മുടെ പിതാക്കന്മാരുടെ പാത പിന്തുടരാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാകണം. നമ്മുടെ വാഹനം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിപ്പിക്കണം. നമ്മുടെ ആരോഗ്യം അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ശ്രമിക്കണം. മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കാരക്കാരെ കുറിച്ച് പറയുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ പെടണം. എല്ലാ ദിവസവും സുബഹിക്ക് ഒരു കൂട്ടം മലക്കുകൾ ആകാശ ലോകത്തേക്ക് കയറിപ്പോകും. മറ്റൊരു വിഭാഗം മലക്കുകൾ സുബഹിയുടെ സമയത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. സുബഹിക്ക് ഇറങ്ങി വന്ന മലക്കുകൾ അവർ ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നത് അസ്റിന്റെ സമയത്താണ്. മറ്റൊരു കൂട്ടം മലക്കുകൾ അസ്റിന്റെ സമയത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഈ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ മലക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് പറയണം, ആളുകൾ പള്ളിയിലുണ്ടായിരുന്നു, സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്നിരുന്നു, അസ്ർ നമസ്കാരത്തിന് അവർ പള്ളിയിലുണ്ടായിരുന്നു എന്ന് മലക്കുകൾ അഭിമാനത്തോട് ചെന്ന് പറയുന്ന മലക്കുകൾ നമസ്കാരക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങോട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ സ്നേഹിതന്മാരോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരാൻ സാധിക്കുന്നവർ നിങ്ങൾ വരണം. ഇപ്പൊ നമ്മള് അൽഹംദുലില്ലാഹ്, ഞാൻ ഈ ഇവിടെ ജോലിക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മുടെ തയ്ക്കാൻ നിസ്കരിക്കാനുണ്ടായിരുന്നത് 2 മലയാളി 4 ബംഗാളികളായി, 2 മലയാളി 4 ബംഗാളികളായി. ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാം മാറി സുബഹിക്ക് എല്ലാ ദിവസവും കുറയാതെ ഒരു സഫോളം ആളുകളുണ്ട് ഇവിടെ തയ്ക്കാറില്ല. അൽഹംദുലില്ലാഹ് അതിനുശേഷം 5 മിനിറ്റ് സമയം ഒരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഫിഖ്ഹിന്റെ ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു 15 പേരോളം, ഇന്ന് ഞാൻ എണ്ണി ഒരു 15 സഹോദരന്മാർ കൃത്യമായി ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, 5 മിനിറ്റ് സമയം അതുപോലുള്ള ക്ലാസ്സുകൾ സംബന്ധിക്കണം. സുബഹി നമസ്കാരത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു നടപ്പാകും, അതൊരു വ്യായാമമാകും, എല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമാകും. അതുകൊണ്ട് ഒന്ന് ശ്രമിക്കും. പരിശുദ്ധ റമദാൻ മാസമൊക്കെ എന്റെ വരുന്നത് നമ്മൾ തുടങ്ങി നല്ല കർമ്മങ്ങൾ തുടങ്ങാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട മാസമാണ് പ്രിയപ്പെട്ടവരെ ഈ ശഅബാൻ മാസം. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഈ മാസത്തിനോടൊപ്പം ഞാൻ പറഞ്ഞൊന്ന്, രാവിലെയും വൈകുന്നേരവും നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ പ്രദർശിപ്പിക്കും. അതുപോലെ ഒരാഴ്ചയിൽ 2 ദിവസം നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ ഹാജരാക്കും. ഏതൊക്കെയാണ് 2 ആഴ്ച? എല്ലാ തിങ്കളാഴ്ച ദിവസവും, എല്ലാ വ്യാഴാഴ്ച ദിവസവും. വർഷത്തിൽ ഒരു വർഷത്തെ അമലുകൾ ഒന്നാകെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കും. അതാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഹുവ ശഅറുൻ തുർഫഹു ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനവും ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ മുഴുവൻ സൽപ്രവർത്തനങ്ങളും, നമ്മുടെ മുഴുവൻ നന്മകളും, നമ്മുടെ മുഴുവൻ തിന്മകളും ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ ഒന്നായി സമർപ്പിക്കുന്ന നമ്മുടെ ഒരു വർഷത്തെ അമലുകളുടെ കണക്കുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് ശഅബാൻ മാസത്തിൽ എനിക്ക് ഒരുപാട് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമാണ്, വലിയ ഇഷ്ടമാണ്. അല്ലാഹു ശഅബാൻ മാസത്തെ ആദരിച്ച് നന്മകൾ അധികരിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം, എനിക്ക് നന്നാകണം, എനിക്ക് ഇന്ന നന്മ തുടങ്ങണം,
ഇന്ന ഇന്ന തിന്മകൾ വെടിയണം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം, വലിയൊരു നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ ഈ പരിശുദ്ധമായ ശഅബാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളുമുള്ള മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു കൽപ്പനയുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്ത്. എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഖുത്ബയിൽ, ആ ഖുത്ബയുടെ അവസാന ഭാഗത്ത് നാം കേൾക്കുന്ന ഒരു ആയത്താണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബായ പ്രവാചകന്റെ മേൽ സ്വലാത്തു സലാമുകൾ ചൊല്ലണം എന്ന അർത്ഥമുള്ള ഈ ആയത്ത് സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. ഒരുപാട് പ്രത്യേകതയുണ്ട്. അതുപോലെ നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം, സകാത്ത് നിർബന്ധമാക്കപ്പെട്ട മാസം, സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കപ്പെട്ട മാസം, നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും അല്ലാഹു സമ്മാനിച്ച 2 സുദിനങ്ങൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ഈ ദിവസങ്ങൾ നമുക്ക് സമ്മാനിക്കപ്പെട്ടത് ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിലാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കിബില മാറ്റം നടന്ന മാസമാണ് ശഅബാൻ. കിബില മാറ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കിബില മാറ്റം. ആദ്യം നമ്മുടെ കിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ മക്കയിൽ താമസിക്കുമ്പോഴും പ്രവാചകൻ മദീനയിൽ ചെന്ന് 16-17 മാസ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കായിരുന്നു. അന്നത്തെ കിബില കഅബയല്ല, അന്നത്തെ കിബില ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫഖാന യുഹിബ്ബു അൻ യുവജ്ജിഹ ഇലൽ കഅബ, എപ്പോഴും നബി തങ്ങൾക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. കാരണം പ്രവാചകന്റെ പൂർവ്വ പിതാവായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും നിർമ്മിച്ച പരിശുദ്ധമായ കഅബയെ, ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബയെ, ഈ കഅബ കിബിലയാക്കി കിട്ടാൻ നബി തങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആകാശ ലോകത്തേക്ക് പ്രവാചകന്റെ കണ്ണുകൾ ഉയരുമായിരുന്നു. പ്രവാചകൻ ആകാശത്തേക്ക് നോക്കും. കിബിലയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവുമായിട്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമോ, അല്ലാഹുവിന്റെ വഹി വരുമോ എന്ന പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണും നട്ടു നോക്കിയിരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധമായ ഒരു ദുഹർ നമസ്കാരം, അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായത്തിൽ ഒരു അസ്ർ നമസ്കാരം പ്രവാചകൻ സഹാബത്തുമായി നിർവഹിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കഅബ കിബിലയാണെന്നുള്ള പ്രഖ്യാപനവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഖദിനറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുബല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയെ, താങ്കളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നടന്ന ആഗ്രഹം എനിക്കറിയാം. താങ്കൾക്ക് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം, ഇതാണ് താങ്കളുടെ മനസ്സിന്റെ ആഗ്രഹമെന്ന് നബിയെ എനിക്കറിയാം. നബിയെ, ഇടയ്ക്കിടയ്ക്ക് നമസ്കാരത്തിൽ ആകാശ ലോകത്തേക്ക് വഹിയും പ്രതീക്ഷിച്ച് താങ്കൾ കണ്ണും കണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയെ. അതുകൊണ്ട് നബിയെ, ആഗ്രഹം പോലെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് കഅബയിലേക്ക് താങ്കളുടെ മുഖം തിരിക്കുക നബിയെ. താങ്കളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, താങ്കളുടെ തൃപ്തിയാണ് എന്റെ തൃപ്തി. അതുകൊണ്ട് താങ്കൾ തൃപ്തിപ്പെടുന്ന കഅബയാകുന്ന കിബിലയിലേക്ക് താങ്കളുടെ മുഖത്തെ തിരിക്കുക നബിയെ. മസ്ജിദുൽ ഹറാമിന്റെ
ഭാഗത്തേക്ക് നബിയെ മുഖം തിരിക്കുക, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുക എന്ന പ്രഖ്യാപനം ഉണ്ടായത് ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു. ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.